അയ്യന്റെ സ്വർണം അടിപടലം കടത്തി പ്രഭാമണ്ഡലത്തിലെയും ശിവ വ്യാളി രൂപങ്ങളിലെയും സ്വർണം കവർന്നുവെന്ന് SIT റിപ്പോർട്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണവും മാത്രമല്ല, ശബരിമലയിൽ ഉണ്ടായിരുന്ന സകല സ്വർണവും അടിപടലം അടിച്ചുമാറ്റി എന്നാണ് SIT അന്വേഷണത്തിലെ ഇപ്പോൾ പുറത്തുവരുന്ന ആ നിർണായക കണ്ടെത്തൽ. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടു. 7 പാളികളിലെ സ്വർണമാണ് കൊള്ളയടിച്ചത്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളീരൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും തട്ടിയെടുത്തു. SIT ഇന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ സുപ്രധാന കണ്ടെത്തലുകൾ ഉള്ളത്. പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപത്തിലെയും വ്യാളീരൂപത്തിലെയും പൊതിഞ്ഞ സ്വർണവും കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചാണ് വേർതിരിച്ചതെന്നും SIT ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പ്രതികൾ ഹാജരാക്കിയ സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നും അധിക സ്വർണം കണ്ടെത്തുവാൻ അന്വേഷണം തുടരുകയാണെന്നും SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പണിക്കൂലിയായി എടുത്ത സ്വർണം കേസിലെ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി SITക്ക് മുന്നിൽ ഹാജരാക്കി. ഇതിനിടെ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ടതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് സോണിയയെ ദില്ലിയിലെത്തി കണ്ടതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത്. ഈ വിവരങ്ങളും അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് കൈമാറും. കൊള്ളയടിക്കപ്പെട്ട സ്വർണം എന്ത് ചെയ്തുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. പൂജ നടത്തിയ സ്ഥലങ്ങൾ, കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനങ്ങൾ എന്നിവയെക്കുറിച്ചും മൊഴിയെടുത്തു. എന്നാൽ സോണിയാഗാന്ധിയെ കള്ളൻ പോറ്റി കണ്ടത് വലിയ വിവാദമാക്കുവാനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം. അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലെ ആളാണ് ഈ കള്ളൻ പോറ്റി. ഇയാളൊരു കള്ളനായിരുന്നുവെന്ന് തനിക്കറിയില്ലായിരുന്നുവെന്നും തനിക്ക് ഈ പോറ്റിയുമായി മറ്റ് യാതൊരു ഇടപാടുമില്ല എന്ന് ഇന്ന് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യിച്ചാൽ പ്രതിപക്ഷത്തിന്റെ ആ ആവേശം ഒന്ന് തണുക്കും എന്ന് കരുതിയാണ് ഇപ്രകാരം കോൺഗ്രസ് നേതാക്കളെ കൂടി ഇതിൽ വലിച്ചിടുന്നത് എന്ന് വ്യക്തമാണ്. ഇതിനിടെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അടുത്തയാഴ്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യും. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവിനെയും SIT ഉടൻ ചോദ്യം ചെയ്യും. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന മാധ്യമ വാർത്തകളോട് തനിക്ക് അങ്ങനെ ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല എന്നും അടൂർ പ്രകാശ് എന്ന് വ്യക്തമാക്കി. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് തുറപ്പിച്ചിട്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഇതെല്ലാം തന്റെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിന്റെ റിസൾട്ടാണെന്ന് കേക്കച്ചൻ വരുത്തി തീർക്കുകയും ചെയ്യും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.